ഹായ് ഓൾ. ഞാൻ കുറേ ആയി ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആവാമെന്ന് വിചാരിച്ചു. കാറിലുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഫെസ്റ്റിലെ നമുക്ക് എ സി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എനിക്ക് എ സി ഒട്ടും പറ്റില്ല കേട്ടോ. അഥവാ ഇനി അഡ്ജസ്റ്റ് ചെയ്ത് ജസ്റ്റ് എ സിയിലെങ്ങാനും ഇരുന്നാലോ, പിന്നെ എൻ്റെ അന്നത്തെ ദിവസം പോക്കാം. നമുക്കിന്ന് പോകാനുള്ളത് 2-3 സ്ഥലങ്ങളാണ്. ഒരു ഭംഗിക്ക് ഒരു ഐറ്റ്നറി ട്രിപ്പിനുള്ളതുണ്ടെന്ന് തന്നെ പറയാം. ഫെസ്റ്റിലെ നമുക്ക് കാലിക്കറ്റ് മിംസിലോട്ടാണ് പോകാനുള്ളത്. അവിടെ ആഫ്റ്റർ 3 മന്ത് ഉമ്മച്ചിക്ക് ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ടൈം തന്നത് 9:30 ആണ്. 9:30 ആകുമ്പോഴേക്കും പ്രിസ്ക്രിപ്ഷൻ വന്ന് എടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു 8 o'clock ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. 9:50 ആകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തി. പ്രിസ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞ് നമുക്ക് കൺസൾട്ടേഷൻ ടൈം കിട്ടിയത് ഒരു വൈകിട്ട് 4:30 ആയിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്ന ചോദ്യത്തിന് അവിടെ യാതൊരു പ്രസക്തിയും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കൂടിയിരുന്നു. സത്യം പറയാലോ, അവിടെ പോകാനുള്ള ഒരേ ഒരു മടി എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. ഒട്ടും സമയം പോവില്ല. സമയം പോവാൻ തന്നെ ഭയങ്കര പാടാ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, 4:30 വരെ ഇരുന്നല്ലേ പറ്റൂ എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കാലത്തെ പോയിട്ട് സീറ്റ് പിടിച്ചിരുന്നു കേട്ടോ. കൊച്ചു കരഞ്ഞപ്പോൾ 2-3 തവണ ഫീഡിംഗ് റൂമിൽ പോയിരുന്നു കേട്ടോ. പിന്നെ ഇപ്പൊ കാണുന്ന ഐറ്റമാണ് അവന്റെ ഫേവറേറ്റ് ഐറ്റം, ഒളിച്ചപ്പോത്ത്. പിന്നെ അവിടെ പോവാണെങ്കിലും ഫോട്ടോ എടുത്തല്ലേ പറ്റൂ, അല്ലാണ്ട് എങ്ങനെയാ സമയം കളയാ. പേഷ്യൻസ് കുറവായതുകൊണ്ടാണ് എന്തോ 2 o'clock ആകുമ്പോഴേക്കും നമ്മളുടെ കഴിഞ്ഞിരുന്നു. പിന്നെ നല്ല ഫുഡ് കഴിച്ച് നേരെ അരിയല്ലൂർക്ക് വെച്ച് പിടിച്ചു. ഈ ഷോ വേറെ ഒന്നിൻ്റെ അല്ല. റീസെൻ്റ്ലി ഞാനൊരു ലിപ്സ്റ്റിക് പർച്ചേസ് ചെയ്തിരുന്നു. ഫേസസ് കാനഡയുടെ നല്ല അടിപൊളി ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവുന്ന ഷെയ്ഡാണ്. ലിങ്ക് എന്തായാലും താഴെ ഞാൻ മെൻഷൻ ചെയ്യാം, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഫ്രണ്ടിലും ബാക്കിലും കാണുന്നതാണ് കേട്ടോ എൻ്റെ വീട്ടിലെ 2 പൊന്നോമനകൾ. ഇവരുടെ കയ്യിലുള്ള കുറുമ്പാണെങ്കിലോ അത് അവരെക്കാളും വലുത്. ഇവിടെ ഇങ്ങനെയാട്ടോ, എവിടെ പോവുകയാണെങ്കിൽ എല്ലാവരും കൂടിയിട്ടേ പോകത്തുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാട്ടോ ഇത്. ഇങ്ങനെ കാറിൽ എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് ചിരിച്ച് കളിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ കൊച്ചിയിൽ പോയ ടൈമിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിരുന്ന കാര്യം ഇതാണ്. ഞാൻ ഇവരോട് പറയും, നിങ്ങൾ എന്നെ കൊണ്ടാക്കാൻ വരണ്ട, മറിച്ച് എനിക്ക് ലീവ് കിട്ടുമ്പോൾ എന്നെ കൊണ്ടുവരാൻ പോന്നാൽ മതിയെന്ന്. ബിക്കോസ് അത്രയും ടൈം എനിക്ക് ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാമല്ലോ. ഞാൻ കൂടുതലും വീട് മിസ് ചെയ്യാൻ തുടങ്ങിയത് കൊച്ചിയിലോട്ട് പോയപ്പോഴാട്ടോ. എൻ്റെ പ്ലാനിങ് ഫുള്ളും ലീവൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ട്രിപ്പ് പോവുക, അടിപൊളിയാക്കുക, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ നേരെ തിരിച്ചിരുന്നു. അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് ഞാൻ ഭയങ്കര ഹോമിയാണെന്നാണ്. എപ്പോൾ ലീവ് കിട്ടിയാലും ഞാൻ നാട്ടിലാണ്. അവർ പറയും വരുന്നില്ലേ, പോണ്ടേ, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ പറയില്ല, ഞാൻ നാട്ടിൽ പോകുന്നു. ഒരു ഓൾമോസ്റ്റ് ലീവിന് ഞാൻ നാട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ. വീട്ടിലാണെങ്കിൽ അത് തന്നെയാണ് കേട്ടോ അവസ്ഥ. പിന്നെ 4 ദിവസം ലീവിന് വന്നാൽ എന്നോട് ചോദിക്കും, കുറച്ചുകൂടെ നീട്ടി കിട്ടോ നോക്ക് ഈ ലീവ്. കാരണം ഇവിടെ വീട്ടിൽ ഉമ്മക്ക് എല്ലാവരും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. പറഞ്ഞ് കാട് കയറിയോന്നൊരു ഡൗട്ട്. നമുക്ക് കാര്യത്തിലോട്ട് വരാം. പിന്നെ അരിയല്ലൂർ പോകുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, പൊന്നൂൻ്റെ NSS ക്യാമ്പ് നടക്കുന്ന അവിടെ വെച്ചിട്ടാണ്. അവിടെ ഒരു LP സ്കൂളിലോട്ട് പോകുമ്പോൾ അവൾക്കും അവിടെയുള്ള പിള്ളേർക്കും കൂടിയിട്ട് കുറച്ച് സ്നാക്സ് വാങ്ങിയിരുന്നു. ഈ കാണുന്ന കേക്ക് നമ്മുടെ വീട്ടിലോട്ട് വാങ്ങിയതാട്ടോ. ഞങ്ങളവിടെ എത്തിയതിന് ശേഷം ഞങ്ങളവിടെ കുറച്ച് വെയിറ്റ് ചെയ്തു. കാരണം അവൾ അവിടെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെ കണ്ടപാട് പെണ്ണ് കരച്ചിൽ തുടങ്ങി കേട്ടോ. ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 3 or 4 ഡേയ്സിന് ശേഷമായിട്ട് ഞങ്ങൾ അവളെ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഹോസ്പിറ്റൽ കേസ് കാരണം അവളങ്ങനെ വിസിറ്റ് ചെയ്യാൻ പോകാൻ കഴിഞ്ഞില്ല. ഇതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത് വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര ഹോമിയാണെന്ന്. ഡിസംബർ ലാസ്റ്റ് വീക്കാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. ഞാനിതൊക്കെ എഡിറ്റ് ചെയ്തിടുന്നത് ഇപ്പോഴാണ്. കാരണം കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കിതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാനിപ്പോൾ ഒക്കെ കൂടിയിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. ദെൻ അങ്ങനെ അവൾ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, ഈ എന്തിനാന്ന് കരഞ്ഞേന്ന്. അപ്പോൾ പറയാ, എനിക്കറിയത്തില്ല, നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു, സന്തോഷം വന്നു. അവൾ പറഞ്ഞത് ശരിയാട്ടോ. കുറച്ച് ദിവസം മാറി നിന്ന് പിന്നെ വീട്ടുകാരെ കാണുമ്പോൾ നമുക്ക് സങ്കടം സന്തോഷമൊക്കെ കൂടി ഒപ്പം വരും. എന്താ വന്നതെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരുവിധം ക്യാമ്പിൽ നിന്നവർക്കൊക്കെ അതെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നെ സമയപരിധി ഉള്ളതുകൊണ്ട് നമുക്കൊട്ടും സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളോട് ബൈ പറഞ്ഞിട്ട് ഇറങ്ങി. ഇനി നമുക്ക് ഡയറക്റ്റ് പോകാനുള്ളത് കോട്ടക്കിലോട്ടാണ് കേട്ടോ. സോറി, ഡയറക്റ്റ് അല്ല, പോകുന്നതിന് മുന്നേ ചായ എന്തെങ്കിലും കഴിക്കണം. ചായ ഇല്ലാതെ പിന്നെ യാത്രയില്ലല്ലോ. ദെൻ കോട്ടക്കിൽ മിംസിൽ തന്നെയാണ് വല്യമ്മ അഡ്മിറ്റ് ആയിരുന്നത്. ഇപ്പോൾ ഡിസ്ചാർജ് ആയി. അപ്പോൾ വല്യമ്മാനെ ഷിഫ്റ്റ് ചെയ്യുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. കൂടെ തന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാനുണ്ട്. ദെൻ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇതെൻ്റെ മമ്മി. എൻ്റെ മമ്മി ഭയങ്കര വൈബാണ് കേട്ടോ. എല്ലാ കാര്യത്തിനും നല്ല വൈബാണ്. നമ്മൾ പിന്നെ അവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ ചായയും എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരുന്നു. പിന്നെ എവിടെ കയറിയില്ല, ആദു ബേബിക്ക് ഭയങ്കര കുറുമ്പാട്ടോ. പിള്ളേർ രണ്ടാളുള്ള സമയം ഭയങ്കര രസമാട്ടോ. സമയം പോകുന്നത് ഒട്ടും അറിയത്തില്ല. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് റീസെൻ്റ്ലി ഞാൻ വാങ്ങിയതിലൊന്നാണ്. നല്ല അടിപൊളി ഷെയ്ഡാണ്. ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ലിപ്സ്റ്റിക്കും കൊക്കോ ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ഇത് അതുപോലെ ഒരു ഷെയ്ഡാണ്. ദെൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ദെൻ പോകുന്ന വഴിക്ക് നമ്മളൊരു ഷോപ്പിൽ കയറിയിരുന്നു പൊന്നുവിന് വൈറ്റ് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ പ്രോഗ്രാം ഉള്ളതിനെ കൊണ്ട് അവർക്ക് വൈറ്റ് ഷർട്ടാണ്
ഡ്രസ് കോഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് കയറിയിരുന്നു. റീസെൻ്റ്ലി ഞാൻ അപ്ലോഡ് ചെയ്ത ഷോർട്സിലും വീഡിയോസിലും ഞാനൊരു ഡെനിമിൻ്റെ ഷർട്ടാണ് ഇട്ടേക്കുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാട്ടോ ഞാൻ എപ്പോഴും ഈ ഒരു ഷർട്ട് തന്നെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇത് എൻ്റേതല്ല കേട്ടോ, പൊന്നുവിൻ്റെ ഷർട്ടാണ്. മീൻസ് ഇതൊരു കോട്ട് സെറ്റ് ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ ഷർട്ട് ഞാൻ വേറൊരു പാൻറ്റിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടേക്കുന്നതാണ്. അങ്ങനെ നമ്മൾ കോട്ടക്കിൽ എത്തി. ലിഫ്റ്റ് കയറാൻ നോക്കിയപ്പോൾ അവിടെ ലിഫ്റ്റ് ഫുള്ളായിരുന്നു. നമ്മൾ സ്റ്റെയർ കയറിയിട്ടാണ് റൂമിലോട്ട് പോകുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ അങ്ങനെ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, വീട്ടിലല്ലേ, അപ്പോൾ വല്ലാത്ത കിതപ്പുണ്ടായിരുന്നു. ദെൻ വല്യമ്മാനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലോട്ട് മാറ്റും. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിക്കുമ്പോൾ 2 വണ്ടിയിലായിട്ടാണ് തിരിച്ചത്. എ സി ഒക്കെ കൊണ്ട് ഞാനൊരു പരിവായിട്ടോ. അല്ലെങ്കിൽ എനിക്ക് എ സി ഉള്ള കാറിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഉമ്മ ഇവിടുന്ന് മാറി കയറിയിട്ടോ, ഉമ്മ മറ്റേ വണ്ടിയിൽ കയറി. ഉമ്മയുടെ പണിയാട്ടോ ഇത്. ഉമ്മ വേറെ വണ്ടിയിലാണെങ്കിൽ അപ്പോൾ ലൈവ് ലൊക്കേഷൻ ഇടും. ദെൻ തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മൾ ഓരോ ചായ കുടിച്ചു. പിന്നെന്താ, എനിക്ക് ചായ ഒട്ടും കൊള്ളത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാനൊരു ജ്യൂസ് വാങ്ങി കുടിച്ചു. ചായയും ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് തിരിച്ചിട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഭയങ്കര ബിസി ഡേ ആയിപ്പോയി. നമുക്ക് നല്ലൊരു ദിവസവുമായി വീണ്ടും കാണാം. ലവ് യു ഓൾ.